ആ പാവത്തിന് കരയിക്കുന്നെ? ഇതൊന്നും അറിയാതെ വേഷം കെട്ടി നടക്കുക ഒരു ഡ്രൈവർ. ചന്ദ്രാമ്മയുടെ കണ്ണു നിറഞ്ഞല്ലോ, എന്തുപറ്റി? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? കണ്ണിലെ പൊടി വീണതാന്ന് തോന്നുന്നു. എവിടെ നോക്കട്ടെ. പോയാ? പോവാ മഹേട്ട. തനിക്കെന്താ ചെവി കേട്ടൂടെ? താനെന്താ എന്നെ വിളിച്ചേ? മഹേട്ടാന്ന്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. എന്നാലേ എനിക്ക് അങ്ങനെ തന്നെ വിളിക്കാൻ ഇഷ്ടമല്ല. ഡ്രൈവർ പയ്യൻ, അതാ തനിക്ക് നല്ലത്. ഈ ഡ്രസ്സിൽ താൻ എന്തൊരു സുന്ദരിയാണോ. എന്താ കുറച്ച് കുറയ്ക്കണോ? ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും താൻ എന്താ ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിന്? ഞാനൊരു സുന്ദരിയാണെന്ന് താൻ പറയാതെ തന്നെ എനിക്കറിയാം. എന്നെ കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ട്. പിന്നെന്തിനാ താങ്ക്സ് പറയുന്നത്? ഈ സൗന്ദര്യ അഹങ്കാരം ഒരുമിച്ച് വന്നാലേ വലിയ കുഴപ്പാ. ആ കുഴപ്പാണ് തനിക്ക്. ആ കുഴപ്പം ഞാൻ അങ്ങ് സഹിച്ചു. കെട്ടിക്കൊണ്ടു പോകുന്നവന്റെ ഒരു അവസ്ഥ എന്റെ അമ്മോ. അത് അവ സഹിച്ചോളൂ. അല്ല, വെറുതെ ഒരു കൗതുകത്തിനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്കേ. തന്നെ കെട്ടുന്ന ആളെ കുറിച്ച് തന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ? സൗന്ദര്യം, സ്വഭാവം, അതൊക്കെ ഒന്ന് പറ, കേക്കട്ടെ. അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. മദ്യപാനം, പുകവലി ഒന്നും ഉണ്ടാവരുത്. അതൊക്കെ ബാക്കി. പിന്നെ കാണാൻ എങ്ങനെ ഇരിക്കണോന്ന് ചോദിച്ചാ പറഞ്ഞോ ഇങ്ങ് പോരട്ടെ. തന്നെ പോലെ ആവേ ചെയ്യരുത്. കുറച്ചുകൂടി ഒക്കെ വേണം. അങ്ങനെ ഓരോന്നോരോന്നായി പറയുന്നതിനേക്കാൾ നല്ലത് ഒറ്റ വാക്കിൽ പറയുന്നതാ. തന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ കിരൺ ചേട്ടനില്ലേ, അതുപോലൊരാളാണ് എന്റെ സ്വപ്നത്തിലുള്ളത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഈശ്വര? എന്തോന്ന്? ഒന്നുമില്ല, സമയമായി വണ്ടി കയറാൻ പറയുന്നു. മഹി, ഇത് ദുർഗയ്ക്ക് കൊടുത്തേക്കു. അവക്ക് ഞാൻ വാങ്ങിയ ഒരു സാരിയാ. ഇത് കിരണിന് കൊടുത്തേക്കു. ഇത് ഞാൻ കൊടുത്തേക്കാം. അപ്പോ മഹാദേവൻ അങ്കിള് തന്നെയാണ് കിരണിന്റെ അച്ഛൻ? അതെ. മോളെ, നമുക്ക് ഈ കാര്യം കിരണോട് പറഞ്ഞാലോ? വേണ്ട, ഇപ്പൊ പറയണ്ട. അതെന്ത്? ഞാനിതൊരിക്കൽ കിരണിനോട് സംസാരിച്ചതാ. അന്ന് കിരൺ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടാൻ കുട്ടേട്ടനെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. ഈ സത്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ കിരൺ എത്താതെ നമ്മളിത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം ഇതറിഞ്ഞാ മതി. സമയമാവുമ്പോ നമുക്ക് കിരണിനോട് പറയാം. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ അങ്ങോട്ട് കുട്ടേട്ടാ, അയ്യോ സോറി 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 കുട്ടേട്ടാ, എന്തായി കാണിക്കുന്നേ? സോറി മോളെ. നമ്മൾ ഈ ആഫീസർമാരെ അടുത്ത് പോകുമ്പോഴേ സല്യൂട്ട് ചെയ്ത് ശീലിച്ചോയില്ലേ, അതുകൊണ്ടാ. മാറിക്കോളൂ മാറിക്കോളെ മാറിക്കോളെ. ശരി ശരി, ഇനി ഇത് ഇല്ല ഇല്ല, ആവർത്തിച്ചാ മതി. ശരി ശരി, പോട്ടെ എന്നാ. ആ ശരി ശരി ശരി. അയ്യേ